അപ്പം സിംഗിൾ പൾസ് നമുക്ക് ഇതിലിപ്പോൾ ഓരോ വേവ് ഫോംസ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സിംഗിൾ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എന്തായിരിക്കും? സിംഗിൾ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ. അപ്പോൾ നമ്മൾ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ മീൻസ് എന്താണെന്ന് മനസ്സിലായില്ലേ? അതായത് പൾസിൻ്റെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് വേരി ചെയ്യുന്നതാണ് പൾസ് വിഡ്ത്ത്. അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യും. മൾട്ടിപ്പിൾ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ, അതുപോലെ സിനുസോയിഡൽ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ. സിനുസോയിഡൽ എന്താണ്? സൈൻ വേവ് ഉപയോഗിച്ചിട്ട് പൾസ് വേവ് ചെയ്യുന്നത്. സിംഗിൾ പൾസ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ പൾസ് മാത്രം ഉണ്ടാകുന്ന വേവ് ഫോം. അതായത് ഔട്ട്പുട്ടിലൊരു സിംഗിൾ പൾസ് ഉണ്ടാവും, ആ പൾസിൻ്റെ വിഡ്ത്ത് മാറ്റും. മൾട്ടിപ്പിൾ പൾസ് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ ഒന്നിലധികം പൾസസ് ഉണ്ടാവും. സിനുസോയിഡൽ എന്ന് പറയുമ്പോൾ ഒരു സൈൻ വേവ് കമ്പയർ ചെയ്തിട്ട് പൾസസ് ഉണ്ടാക്കുന്നു. പിന്നെ അതിൽ തന്നെ മോഡിഫൈഡ് സിനുസോയിഡൽ. ഇത്രയും വോൾട്ടേജ് കൺട്രോൾസാണ് ഇൻവെർട്ടേഴ്സിലുള്ളത്. അപ്പം സിംഗിൾ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ശ്രദ്ധിക്കുക. സിംഗിൾ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ, അതായത് ഇതാണ് നമ്മുടെ സ്വിച്ചിങ് സിഗ്നൽ. അതായത് നമ്മൾ പറഞ്ഞു ഒരു ഇൻവെർട്ടറിന് എപ്പോഴും നമ്മളെ മനസ്സിലുണ്ടാവേണ്ടത് ഇങ്ങനെ ഒരു ഇൻവെർട്ടറിൻ്റെ ഫിഗർ ഉണ്ടാവണം. ഹാഫ് ബ്രിഡ്ജോ ഫുൾ ബ്രിഡ്ജോ എന്തോ ആയിക്കോട്ടെ അല്ലേ. ഇവിടെ ലോഡ്, അപ്പോൾ ഇത് നിങ്ങൾ വരച്ചെടുക്കുമ്പം ഇത് വെച്ച് വേണമെങ്കിൽ വരച്ചോ, കുഴപ്പമില്ല. ഇവിടെ S1, അടുത്ത സ്വിച്ച് S2. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഹാഫ് ബ്രിഡ്ജ് ഇൻവെർട്ടർ ഫസ്റ്റ് എടുത്തത്. അപ്പോൾ ഇതിൽ ഈ S1നും S2നും നമ്മൾ നേരത്തെ കൊടുത്ത പൾസ് ഇങ്ങനെയുള്ളൊരു കണ്ടിന്യൂസ് പൾസ് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇത് S1നും അടുത്തത് S2നും ഇങ്ങനെ 2 പൾസസ് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനൊരു വേവ് ഫോം കിട്ടിയത് അല്ലേ. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഇങ്ങനൊരു വേവ് ഫോം ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു വിഡ്ത്ത് കൊടുക്കുന്നതിന് പകരം കണ്ട ഒരു സ്മോൾ വിഡ്ത്ത്, അതായത് ഇത്രയും ആക്ച്വലി ഉണ്ട്, ബട്ട് അതിൽ ഇത്ര പോലെ മാത്രം കൊടുത്തു. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആവറേജ് വോൾട്ടേജ് ഇതാണെങ്കിൽ ഇപ്പോൾ ആവറേജ് വോൾട്ടേജ് കുറച്ച് കുറഞ്ഞു അല്ലേ. അങ്ങനെ പൾസ് വിഡ്ത്ത് ചേഞ്ച് ചെയ്തിട്ട് ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ സിംഗിൾ പൾസ് വിഡ്ത്ത് മോഡുലേഷനിൽ നമ്മളെ സ്വിച്ചിങ് ഗേറ്റിൻ്റെ പൾസ് ഒരു പൾസ് മാത്രമായിരിക്കും. സ്വിച്ചിങ് സിഗ്നൽ ഒരു പൾസ് ആയിരിക്കും. അപ്പോൾ ഈ പൾസിൻ്റെ വിഡ്ത്ത് ഇപ്പം ഡെൽറ്റയാണ് ഇതിൻ്റെ വിഡ്ത്തെങ്കിൽ ഡെൽറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻക്രീസ്. അപ്പോൾ ഇവിടെ നിന്ന് ഇതിപ്പം ഇങ്ങനെ ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം, ഇത്ര പോലെ മാത്രമേ ഡിക്രീസ് ചെയ്യാം. അങ്ങനെ ഒരു പൾസിൻ്റെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളെ ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്നതാണ് സിംഗിൾ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ. ശ്രദ്ധിക്കുക, എങ്ങനെയാണ് സിംഗിൾ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ചെയ്യുന്നത്? നമ്മളിവിടെ ഇതാണ് നമ്മളൊരു കരിയർ സിഗ്നൽ ഉണ്ടാവും, ഒരു റെഫറൻസ് സിഗ്നൽ ഉണ്ടാവും. കരിയർ ഉണ്ടാവും, റെഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഈ കരിയർ സിഗ്നലും റെഫറൻസ് സിഗ്നലും ഒരു കമ്പറേറ്റർ, ഇതാണ് കരിയർ സിഗ്നൽ, ഇതാണ് റെഫറൻസ് സിഗ്നൽ. ഇതൊരു കമ്പറേറ്റർ, അതായത് കമ്പയർ ചെയ്യുന്നൊരു സാധനം അതിലേക്ക് കൊടുത്തിട്ട് എന്താണ് ഇപ്പം എപ്പോഴാണോ ഇതിപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അല്ലേ നോക്കുക, ശ്രദ്ധിക്കുക, എന്താണ് നമ്മുടെ കരിയർ സിഗ്നൽ റെഫറൻസ് സിഗ്നലിനേക്കാളും താഴെ വരുമ്പോൾ അല്ലേ, ഇതിൻ്റെ വാല്യൂ ഇതിപ്പോൾ ഇതൊരു 5 ആണ്, ഇതൊരു 50 ആണ്, ഇതൊന്നൊരു 20 ആണ് ആയിരിക്കും. അതായത് AC-നേക്കാളും താഴെയാണ് AR. AC മീൻസ് എന്താണ്? കരിയറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് AC, പീക്കാണ് AC. AR മീൻസ് റെഫറൻസിൻ്റെ പീക്കാണ്. ഓക്കെ, അപ്പം എപ്പോഴാണോ കരിയർ സിഗ്നലിൻ്റെ മാഗ്നിറ്റ്യൂഡ് റെഫറൻസ് സിഗ്നലിനേക്കാളും താഴെ വരുന്നത്, അതായത് ഇതിൻ്റെ താഴെ വരുന്നത്, അപ്പോഴാണ് നമുക്ക് പൾസ് കിട്ടിയത് അല്ലേ. ഇങ്ങനൊരു പൾസ് കിട്ടി. ഇനി ശ്രദ്ധിക്കാം, ഇനി ഇൻ കേസ് നമ്മുടെ റെഫറൻസ് സിഗ്നൽ കുറച്ചുകൂടി ഇവിടെ കുറച്ചുകൂടി മുകളിലാണെങ്കിൽ എന്ത് പറ്റും? ഇവിടെ വരും വിഡ്ത്ത് അല്ലേ, ഇങ്ങനെ വരും. അതായത് വിഡ്ത്ത് ഇത്രയും കൂടുതൽ വരും. അങ്ങനെ കരിയർ സിഗ്നലും റെഫറൻസ് സിഗ്നലിൻ്റെയും മാഗ്നിറ്റ്യൂഡ് അഡ്ജസ്റ്റ് ചെയ്യുമ്പം നമുക്ക് ഈ ഒരു ഗേറ്റിംഗ് പൾസിൻ്റെ, അതായത് G1 എന്ന് കാണിച്ചത് ഗേറ്റിംഗ് പൾസിൻ്റെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പൾസിൻ്റെ മാത്രം അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് സിംഗിൾ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡെൽറ്റ എന്ന് പറയുന്നതാണ് പൾസിൻ്റെ വിഡ്ത്ത്. ആ പൾസിൻ്റെ വിഡ്ത്ത് മാറ്റിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ചേഞ്ച് ആവും. കാരണം ഇത്ര പോലെ ടൈം മാത്രമേ ഔട്ട്പുട്ട് ഉണ്ടാവും. അപ്പം കൂടുതൽ ഇനിയിപ്പം ഇത്രയും സമയം ഔട്ട്പുട്ട് ഉണ്ടെങ്കിലോ, അതില്ല, കുറച്ച് കൂടുതൽ. അപ്പം ഡെൽറ്റ ഇത്രയും ഉണ്ടെങ്കിൽ എന്ത് പറ്റും? ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ അളവ് കൂടുതലാണ്. ഓക്കെ, സിംഗിൾ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ
1 pulse per half cycle. ഒരു ഹാഫ് സൈക്കിൾ ഒരു പൾസ്. ആൻഡ് ദി വിഡ്ത്ത് ഓഫ് ദി പൾസ് ഈസ് വാരി ടു കൺട്രോൾ ദി ഇൻവെർട്ടർ ഔട്ട്പുട്ട് വോൾട്ടേജ്. ആ പൾസിൻ്റെ വിഡ്ത്ത് വാരി ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് കൺട്രോൾ ചെയ്യുന്നത്. ദി ഗേറ്റിംഗ് സിഗ്നൽസ് ആർ ജനറേറ്റഡ് ബൈ കമ്പയറിംഗ് എ റെക്റ്റാങ്കുലർ റെഫറൻസ് സിഗ്നൽ ഓഫ് ആംപ്ലിറ്റ്യൂഡ് AR. റെക്റ്റാങ്കുലർ ആണ്, കാരണം ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകുന്നുണ്ട്, അതാണ് റെക്റ്റാങ്കുലർ. റെക്റ്റാങ്കുലർ reference signal of amplitude AR with a triangular carrier wave of amplitude AC. ഇപ്പം triangular carrier wave, ഇതാണ് triangular ആണ് carrier wave, അതിൻ്റെ amplitude AC. ഓക്കെ, AC. The frequency of the reference signal determines the frequency of the output voltage. അതായത് ഏതാ റെഫറൻസ് സിഗ്നൽ? ഇതാണ് ഇങ്ങനെയാണ് കേട്ടോ, താഴോട്ട് വന്ന് ഇങ്ങനെ വന്ന് ഇതാണ് റെഫറൻസ് സിഗ്നൽ. അപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി എന്താണ്? ഇതേപോലെ മാത്രം ഓണായി ഇങ്ങനെ ഓണായി അതല്ലേ. അപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ് ഒരു സൈക്കിൾ വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രീക്വൻസി മനസ്സിലാവും. ആവറേജ് എടുക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ വന്ന് പൈയിലേക്കുള്ള പാസ് ചെയ്ത് തിരിച്ച് വന്ന് ഇങ്ങനെയല്ലേ ഇതിൻ്റെ കേട്ടോ, ഇതിൻ്റെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഈ പൈയിലൂടെ പാസ് ചെയ്ത് ഇതാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മുടെ ഈ റെഫറൻസ് സിഗ്നലിൻ്റെ വിഡ്ത്ത് ഇങ്ങനെ. ഇതിപ്പം കുറച്ച് കൂടുതൽ ഇവിടെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും, നമ്മളെ ഹാഫ് സൈക്കിൾ ഇവിടെ വരും, കുറച്ച് വിഡ്ത്ത് കൂടും. അപ്പം റെഫറൻസ് സിഗ്നലിൻ്റെ വിഡ്ത്താണ്, ഫ്രീക്വൻസി ഓഫ് റെഫറൻസ് സിഗ്നലാണ് ഡിറ്റർമൈൻ ദി ഫ്രീക്വൻസി ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ്. അതാണ് ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഫ്രീക്വൻസിനെ ഡിസൈഡ് ചെയ്തത്. ദ റേഷ്യോ ഓഫ് AR to AC ഈസ് ദ കൺട്രോൾ വേരിയബിൾ ആൻഡ് ഡിഫൈൻഡ് ആസ് ദി മോഡുലേഷൻ ഇൻഡെക്സ്. അപ്പം ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഇൻഡെക്സിനെ അല്ലെങ്കിൽ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയും AR/AC. ARഉം AC തമ്മിലുള്ള റേഷ്യോ, അതായത് AR ഇത് AC. ഇനി M is equal to AR/AC ആണ് അല്ലേ മോഡുലേഷൻ ഇൻഡെക്സ്. അപ്പോൾ AR കുറച്ച് കൂടുതലാണെന്ന് അർത്ഥം, മുകളിലേക്ക് വന്നു അല്ലേ. AR കുറച്ച് കൂടിക്കഴിഞ്ഞാൽ മുകളിലേക്ക് വന്നു. അപ്പം എന്ത് കിട്ടും? വിഡ്ത്ത് ഡെൽറ്റ കൂടുതൽ കിട്ടും, ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടുതൽ കിട്ടും. ഇനി AR കുറയാണെങ്കിലോ, AC കോൺസ്റ്റൻ്റായ കേസാണ് പറയുന്നത്. ഇനി AR കുറയാണെങ്കിൽ ഇവിടെ വരെ വരും. അപ്പം വിഡ്ത്ത് ഇത്ര പോലെ മാത്രം വരും അല്ലേ. അപ്പം ഡെൽറ്റ കുറയും, ഔട്ട്പുട്ട് വോൾട്ടേജ് VO കുറയും. അതായത് ഈ മോഡുലേഷൻ ഇൻഡെക്സ് M ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് മാറ്റാൻ പറ്റും. ഇനി AR ഫിക്സ്ഡ് ഇവിടെ തന്നെ, M is equal to AR/AC അല്ലേ, AR/AC. ഇനി AR ഫിക്സ്ഡ്, AC മാറ്റിക്കഴിഞ്ഞാൽ ACയുടെ മാഗ്നിറ്റ്യൂഡ് മാറ്റിക്കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ACയുടെ മാറ്റിക്കഴിഞ്ഞാലും നമുക്ക് ഇവിടെ നിന്ന് AC തുടങ്ങുന്നത് എന്ത് പറ്റും? ഇങ്ങനെ വരില്ലേ, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നിന്ന് വിത്ത്, അപ്പം ACയുടെ മാഗ്നിറ്റ്യൂഡോ ARൻ്റെ മാഗ്നിറ്റ്യൂഡോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മോഡുലേഷൻ ഇൻഡെക്സ് മാറ്റാം. മോഡുലേഷൻ ഇൻഡെക്സ് മാറുമ്പോൾ പൾസിൻ്റെ വിഡ്ത്ത് ഡെൽറ്റ മാറും, പൾസ് വിഡ്ത്ത് ഡെൽറ്റ മാറുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് VO മാറും. ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് വെക്കുക, മോഡുലേഷൻ ഇൻഡെക്സ്. ദ RMS ഔട്ട്പുട്ട് വോൾട്ടേജ് ക്യാൻ ബി, അപ്പോൾ ഇത് ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ ഇത് നിങ്ങളങ്ങനെ ജസ്റ്റ് ഇക്വേഷൻ പഠിക്കുക. VS × ഡെൽറ്റ/π എന്ന് കിട്ടും. അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിപ്പെൻഡ്സ് ഓൺ ഡെൽറ്റ. അപ്പം ഡെൽറ്റ ഹയർ ആണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഹയർ ആയിരിക്കും. ഓക്കെ, ബൈ വാരിയിങ് AR ഫ്രം 0 to AC, പൾസ് വിഡ്ത്ത് ഡെൽറ്റ ക്യാൻ ബി മോഡിഫൈഡ് ഫ്രം 0 to 180 ഡിഗ്രി. പൾസ് വിഡ്ത്ത് നമുക്ക് മാറ്റാൻ പറ്റും 180 ഡിഗ്രി, അതായത് ഒരു ഹാഫ് സൈക്കിളിന് മാക്സിമം പൈ വരെ, അതായത് 180 ഡിഗ്രി വരെ മാത്രമേ ചേഞ്ച് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ആൻഡ് ദ RMS ഔട്ട്പുട്ട് വോൾട്ടേജ് V0 ഫ്രം 0 to VS. അതായത് പൾസ് വിഡ്ത്ത് മാറ്റാൻ പറ്റും, ഔട്ട്പുട്ട് വോൾട്ടേജ് മാറ്റാൻ പറ്റും. ഇതിൻ്റെ ഫോറിയർ എക്സ്പ്രഷനാണ്. ടു ദി സിമ്മട്രി ഓഫ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് അലോങ് ദി എക്സ് ആക്സിസ് ദ ഈവൻ ഹാർമോണിക്സ് ആർ ആബ്സെൻറ്റ്. ഇപ്പോൾ സിമ്മട്രി കൊണ്ട്, അതായത് മുകളിലും താഴിലും ഒരുപോലെ ഉള്ളത് കൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് പോകുന്നതുകൊണ്ട് ഈവൻ ഹാർമോണിക്സ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഹാർമോണിക് പ്രൊഫൈൽ ഓഫ് വേരിയേഷൻ ഓഫ് മോഡുലേഷൻ ഇൻഡെക്സ് ഇസ് ഷോൺ. ഡോമിനൻ്റ് ഹാർമോണിക്സ് ഈസ് തേർഡ് ഹാർമോണിക്സ്. അപ്പോൾ ഇതിൽ ഡോമിനൻ്റ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ തേർഡ് ഹാർമോണിക്സ് ആണ്. ഇതാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ കമ്പോണൻറ്റ്. അപ്പോൾ ഓക്കെ, ഇതിൻ്റെ ഡിസ്റ്റോർഷൻ
ഫാക്ടർ ഇതിൻ്റെ പെർസെൻറ്റേജാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് മൾട്ടിപ്പിൾ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ. മൾട്ടിപ്പിൾ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ഞാൻ പറയുന്നില്ല, സിമ്പിളാണ്. എന്താണ്, ഒരു കരിയർ സിഗ്നലിന് പകരം ഒരു പൾസിന് പകരം നേരത്തെ ഇവിടെ ഒരു പൾസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിന് പകരം ഗേറ്റിംഗ് സിഗ്നലിൽ നമ്പർ ഓഫ് പൾസസ് വരും. ഓക്കെ, നമ്പർ ഓഫ് പൾസസ് ഇൻക്ലൂഡ് ചെയ്യും. അതാണ് മൾട്ടിപ്പിൾ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ. അപ്പം ഇതിൻ്റെ മറ്റേ ഈ മോഡുലേഷൻ ഇൻഡെക്സ് AR/AC ഇല്ലേ, അത് ഈ കേസിലും സെയിം തന്നെയാണ്. കാരണം AR കുറച്ചും കൂടി മുകളിലോട്ടാക്കി കഴിഞ്ഞാൽ എന്ത് പറ്റും, ഈ വിഡ്ത്ത് കുറച്ച് കൂട്ടാൻ പറ്റും. ഓരോ പൾസിൻ്റെയും വിഡ്ത്ത് കൂട്ടാൻ പറ്റും. വിഡ്ത്ത് കൂട്ടുക പറഞ്ഞാൽ ഡെൽറ്റ ഇൻക്രീസ് ചെയ്യും, ഔട്ട്പുട്ട് വോൾട്ടേജും ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് രണ്ടുമാണ്. ഇതൊരു ഗേറ്റ് സ്വിച്ചിന് കൊടുത്തു, ഇതൊരു അടുത്ത സ്വിച്ചിന് കൊടുത്തു. അപ്പോൾ ഇതായിരിക്കും ഔട്ട്പുട്ടിലുണ്ടാവുക. ബട്ട് ആക്ച്വലി ഇതിൻ്റെ ഒരു ആവറേജ് വേവ് ഫോംസ് ആയിരിക്കും നമ്മൾ ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞാൽ. ഇതിനിപ്പോൾ നമ്മൾ ഫിൽറ്റർ വഴി പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വേവ് ഫോം ആയിരിക്കും കിട്ടുക. നിയർലി സിമിലർ ടു ദാറ്റ് ഓഫ് AC വേവ് ഫോം. അപ്പോൾ എന്താണ്, അപ്പോൾ ശരിക്കും ചെയ്യേണ്ടത്, അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താണ്, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്, ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഷുഡ് ബി ഫ്രീ ഫ്രം ഹാർമോണിക്സ്. അതായത് ഹാർമോണിക്സിൽ നിന്ന് ഫ്രീ ആയാൽ, അല്ലെങ്കിൽ THD ടോട്ടൽ ഹാർമോണിക് ഡിസ്ട്രിബ്യൂഷൻ കുറഞ്ഞൊരു വേവ് ഫോം ആയിരിക്കണം കിട്ടേണ്ടത്. അതായത് നമുക്ക് നിയർലി സിമിലർ ടു ദാറ്റ് ഓഫ് പ്യുവർ AC. അപ്പോൾ മൾട്ടിപ്പിൾ പൾസ് വിഡ്ത്ത് എന്ന് പറയുമ്പം ഗേറ്റിംഗ് സിഗ്നലിൽ മോർ ദാൻ 1 പൾസസ് ആർ ദ. ഓക്കെ, സെയിം തന്നെ ഞാൻ വായിച്ചത് തന്നെയാണ്. ദ ഹാർമോണിക്സ് കണ്ടൻറ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ യൂസിങ് സെവറൽ പൾസസ് ഇൻ ഈച്ച് ഹൈഫ് സൈക്കിൾ. അതായത് ഇങ്ങനെ ഒരു പൾസ് മാത്രം യൂസ് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ കുറച്ച് കൂടുതൽ പൾസസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹാർമോണിക്സ് കണ്ടൻറ്റ്, അതായത് ഇപ്പോൾ നേരത്തെ ഇതിൽ 3rd 5th 7th ഉണ്ടെങ്കിൽ, 7th കൂടുതലായിട്ടുണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ കേസിൽ 3rd 5th മാത്രമേ ഉണ്ടാവൂ, അല്ലെങ്കിൽ അതിൻ്റെ അളവ് കുറവായിരിക്കും. അതായത് ഹാർമോണിക്സ് കണ്ടൻറ്റ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അതായത് THD റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദ ഗേറ്റ് സിഗ്നൽ ഈസ് ജനറേറ്റഡ് ബൈ കമ്പയറിംഗ് റെഫറൻസ് സിഗ്നൽ വിത്ത് ട്രയാങ്കുലർ കാരിയർ വേവ്. സെയിം ഫ്രീക്വൻസി ഓഫ് ദി റെഫറൻസ് സിഗ്നൽ ഗെറ്റ്സ് ദി ഔട്ട്പുട്ട് ഫ്രീക്വൻസി. അല്ലേ, നമ്മൾ ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്താണ്, ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി വരുന്നത്. ഇതാണ് ഒരു ഹാഫ് സൈക്കിൾ, ഇതാണ് ഫുൾ ഹാഫ് സൈക്കിൾ വരുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ റെഫറൻസ് സിഗ്നൽ, ഈ ഒരു റെഫറൻസ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസിക്ക് സെയിം തന്നെയാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, ദ ഔട്ട്പുട്ട് ഫ്രീക്വൻസി F0 ആൻഡ് കരിയർ ഫ്രീക്വൻസി FC ഡിറ്റർമൈൻസ് ദി നമ്പർ ഓഫ് പൾസസ്. അല്ലേ, നമ്പർ ഓഫ് പൾസസ് പെർ ഹാഫ് സൈക്കിൾ. ഇപ്പോൾ F0യും FC അതെങ്ങനെയാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, F0 മീൻസ് റെഫറൻസ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി, FC മീൻസ് കരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി. അപ്പോൾ കരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി ഇതിപ്പം ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ അവസാനിച്ചില്ലേ, നേരെ മറിച്ച് കുറച്ചും കൂടി ചെറുതാണെങ്കിൽ ഇങ്ങനെ അല്ലേ, അപ്പോൾ ഈ പൾസിന് നമ്പർ ഓഫ് പൾസസും കൂടും. അല്ലേ, ഇനി ഇൻ കേസ് ഫ്രീക്വൻസി കുറച്ച് ഹയർ ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ മാത്രമേ ഉള്ളെങ്കിൽ പൾസസ് 2 or 3 പൾസസ് മാത്രമേ ഉണ്ടാവും. അതായത് നമ്പർ ഓഫ് പൾസസ് ഇസ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഫ്രീക്വൻസി ഓഫ് ദി കരിയർ സിഗ്നൽ. ഓക്കെ, ആൻഡ് റെഫറൻസ് സിഗ്നൽ. ദ മോഡുലേഷൻ ഇൻഡെക്സ് കൺട്രോൾ ദി ഔട്ട്പുട്ട് വോൾട്ടേജ്. അതായത് ARഉം AC തമ്മിലുള്ള റേഷ്യോ, അതാണ് ഔട്ട്പുട്ട് വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യുന്നത്. ദിസ് ടൈപ്പ് ഓഫ് മോഡ് എങ്ങനെയാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു, M is equal to AR/AC ആണ്. അപ്പോൾ AR കൂടിക്കഴിഞ്ഞാൽ മോഡുലേഷൻ ഇൻഡെക്സ് കൂടും, അപ്പം പൾസിൻ്റെ വിഡ്ത്ത് കൂടും, പൾസിൻ്റെ വിഡ്ത്ത് കൂടുമ്പം ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജും കൂടും. The number of pulses per half cycle is found from MF/2. Okay, where MF is equal to FC/F0. MF means frequency modulation ratio. ഇപ്പോൾ അടുത്തൊരു ടേമാണ് നമ്മൾ മോഡുലേഷൻ ഇൻഡെക്സ് പറഞ്ഞു അല്ലേ, അതെന്താണ്, ആംപ്ലിറ്റ്യൂഡ് തമ്മിലുള്ള റേഷ്യോ ആണ് അല്ലേ. ഇവിടെ MF ഫ്രീക്വൻസി മോഡുലേഷൻ ഇൻഡെക്സ് തന്നെയാണ്, ബട്ട് ഫ്രീക്വൻസി മോഡുലേഷൻ ഇൻഡെക്സ്. അപ്പോൾ FC/F0 ആണ് ഫ്രീക്വൻസി മോഡുലേഷൻ ഇൻഡെക്സ്. ഇഫ് ദി വിഡ്ത്ത് ഓഫ് ഈച്ച് പൾസ് ദ RMS വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഫ്രം, നേരത്തെ സെയിം തന്നെ അല്ലേ, VS × P × ഡെൽറ്റ. P മീൻസ് എന്താണ്, നമ്പർ ഓഫ് പൾസസ്. നേരത്തെ ഒരു പൾസ് മാത്രം ഉള്ളതുകൊണ്ട് P1 ആയി, ഇവിടെ പൾസസ് കൂടുതലുള്ളതുകൊണ്ട് P തന്നെ വന്നു. ഓക്കെ, അപ്പം എന്താ പറയുന്നത്, മോഡുലേഷൻ ഇൻഡെക്സ് വേരി ചെയ്തിട്ട് നമുക്ക്
പൾസ് വിഡ്ത്ത് 0 to π/p വരെ മാറ്റാൻ പറ്റും. അത് നേരത്തെ എന്തോന്ന് 0 to π വരെ മാറ്റാം അല്ലേ, കാരണം പൾസ് ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ വരെ മാക്സിമം പോവാം. ബട്ട് ഇവിടെ ഈ പൈയുടെ ഇടയിൽ 1, 2, 3 പൾസസ് ഉണ്ട്, അപ്പം π/p വരെ മാറ്റാം. ഓക്കെ, അത് ക്ലിയർ അല്ലേ. ആൻഡ് RMS വോൾട്ടേജ് ഫ്രം V0 to E0 to Vs. ഇത് ജനറൽ ഫോം ഓഫ് ഫൊറിയറിൻ്റെ വേവ് ഫോം നോക്കുക. ഇതാണ് അതിൻ്റെ എന്താണ് മോഡുലേഷൻ ഇൻഡെക്സ് തമ്മിലുള്ള റേഷ്യോ. ഓക്കെ, ഇവിടെ നോക്കുക. ഇപ്പം മൾട്ടിപ്പിൾ പൾസസ് ആയതുകൊണ്ട് നേരത്തെ എന്തായിരുന്നത് V1 ഉണ്ടായിരുന്നു, V3 കുറച്ച് കൂടുതലുണ്ടായിരുന്നു തേർഡ് ഹാർമോണിക്സ്. അപ്പോൾ ഇത് കമ്പയറിങ് ടു നമ്മൾ സിംഗിൾ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ഇവിടെ എന്ത് പറ്റി, ഹാർമോണിക്സ് കണ്ടൻറ്റ് കുറഞ്ഞു. ഓക്കെ, ഹാർമോണിക്സ് കണ്ടൻറ്റ് കുറഞ്ഞു. നെക്സ്റ്റ് വരുന്നതാണ്, ഇപ്പോൾ 15 മിനിറ്റ്സ് ആയി. ഓക്കെ, ഒരു 5 മിനിറ്റ്സ് കൂടി. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് എന്താണ് സിനുസോയിഡൽ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ. അപ്പം നമുക്ക് ഔട്ട്പുട്ടിൽ വേണ്ടത് ഒരു സൈൻ വേവ് ആണ് ഇൻവേർട്ടറിൽ അല്ലേ, പ്യുവർ സൈൻ വേവ് ആണ്. അപ്പോൾ ഇപ്പം നമ്മൾ കരിയറും റെക്റ്റാങ്കുലർ വേവാണ് റെഫറൻസ് സിഗ്നലായിട്ട് യൂസ് ചെയ്തത്. ബട്ട് സിനുസോയിഡൽ പൾസ് വിഡ്ത്ത് മോഡുലേഷനിൽ റെഫറൻസ് സിഗ്നലായിട്ട് നമ്മളൊരു സൈൻ വേവ് യൂസ് ചെയ്യും. അപ്പോൾ സൈൻ വേവ് യൂസ് ചെയ്യും, കരിയറായിട്ട് ട്രയാങ്കുലർ തന്നെ. അപ്പോൾ ഇതിൽ വരുന്ന വ്യത്യാസം എന്താണ്, റെഫറൻസ് സിഗ്നലും റെഫറൻസ് സിഗ്നൽ VR ആണ്, റെഫറൻസ് സിഗ്നലാണ് സൈൻ വേവ്, കരിയർ സിഗ്നലാണ് ട്രയാങ്കുലർ വേവ്. അപ്പോൾ എന്താണ് ഇവിടെ നോക്കുക, എപ്പോഴാണോ എങ്ങനെയാണ് വിഡ്ത്ത് തീരുമാനിക്കുന്നത്, ഇതിപ്പം 2 G1 G2. അപ്പോൾ ഇത് ഒന്ന് നെഗറ്റീവിലും ഒന്ന് പോസിറ്റീവിലുള്ളത് വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് മാത്രം നോക്കുക, ഈ ഒരു പോസിറ്റീവ് കേസ് മാത്രം നോക്കുക. പോസിറ്റീവ് കേസിൽ 2 കണ്ടീഷൻ, പോസിറ്റീവ് കേസ് കണ്ടീഷൻ കൊടുത്തു. എന്താണ്, എപ്പോഴാ പൾസ് ഇവിടെ നിന്ന് മുട്ടുമ്പോൾ അല്ലേ, ഇതിൻ്റെ ഇടയിൽ വരുമ്പം ഒരു പൾസ് കിട്ടി. പിന്നെ അടുത്ത ഇവിടെയും വരുമ്പം അടുത്ത പൾസ് കിട്ടി. അതുപോലെ ഇവിടെയും വരുമ്പോൾ 3 പൾസ് കിട്ടി അല്ലേ. അങ്ങനെ കരിയറും റെഫറൻസും കമ്പയർ ചെയ്തിട്ട് എപ്പോഴാണോ കരിയർ കൂടുതലായിട്ട് കിട്ടുന്നത്, കരിയർ ഷുഡ് ബി കരിയർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ റെഫറൻസ് സിഗ്നൽ ആവുമ്പോൾ, കരിയർ റെഫറൻസ് സിഗ്നലിനേക്കാളും നേരെ തിരിച്ചല്ലേ, കരിയർ റെഫറൻസ് സിഗ്നലിനേക്കാളും കുറവ് വരുമ്പം അല്ലേ, ഇവിടെ കുറവ് വരും, താഴോട്ട് വരികയല്ലേ ചെയ്യുന്നത്, കുറവ് വരുമ്പോഴാണ് നമുക്ക് പൾസസ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഒരു സ്വിച്ചിന് കൊടുക്കേണ്ട പൾസസ് കിട്ടുന്നത്. അതായത് കരിയർ AC ഷുഡ് ബി എന്തായിരിക്കണം, AC ഷുഡ് ബി ലെസ് ദാൻ AR ആകുമ്പോഴാണ് നമുക്ക് ഒരു സ്വിച്ചിന് കൊടുക്കാനുള്ള പൾസസ് കിട്ടുന്നത്. ഇനി താഴത്തെ പൾസസ് എന്താണ്, ഈ നെഗറ്റീവ്, അതായത് നെഗറ്റീവ് പൾസും നമ്മുടെ കരിയർ സിഗ്നലും കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അടുത്ത പൾസ്. ഓക്കെ, അതായത് പോസിറ്റീവ് കമ്പയർ ചെയ്തിട്ട് ഒരു പൾസസിൻ്റെ സീക്വൻസ് കിട്ടും, നെഗറ്റീവ് കമ്പയർ ചെയ്തിട്ട് വേറെ പൾസസ് കിട്ടും. അപ്പോൾ ഇന്നിഫെക്റ്റ് എന്താ ഉണ്ടാകുന്നത്, ഈ രീതിയിലായിരിക്കും നമുക്കൊരു ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ടാകുന്നത്. അതായത് ഇതിൻ്റെ നെറ്റ് ഇഫക്റ്റ് വെച്ചിട്ടായിരിക്കും നമുക്കൊരു ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ എന്താണ് G1 ആണ് കൂടുതൽ അല്ലേ, G1 ആണ് വിഡ്ത്ത് കൂടുതൽ, ഇവിടെ G2 ആണ് വിഡ്ത്ത് കൂടുതൽ. ഇതിനൊക്കെ കുറവല്ലേ വിഡ്ത്ത്, ഇവിടെ ഇതിനും കുറവാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇങ്ങനെ സിനുസോയിഡലായിട്ട് വരുന്നത്. അപ്പോൾ ഒന്നുമില്ല, സിനുസോയിഡൽ പൾസ് വിഡ്ത്ത് മോഡുലേഷനിൽ ഇൻസ്റ്റെഡ് ഓഫ് എ റെക്ടാങ്കുലർ റെഫറൻസ് സിഗ്നൽ വി ആർ യൂസിങ് എ സിനുസോയിഡൽ റെഫറൻസ് സിഗ്നൽ. അപ്പോൾ ആ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ടൈം കൂടുന്നുണ്ട്, നിങ്ങൾ തന്നെ ഒന്ന് വായിച്ച് നോക്കുക. ഫസ്റ്റ് ഞാൻ കോമൺലി യൂസ്ഡ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ, ഫ്രീക്വൻസി FR-ഉം F5 ആണ്. P കംപ്ലീറ്റ് കൺട്രോൾ ദി മോഡുലേഷൻ ഇൻഡെക്സ് തന്നെയാണ്, സെയിം തന്നെയാണ്, മോഡുലേഷൻ ഇൻഡെക്സ് തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്. എന്ത്, RMS വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യുന്നത് AR-ഉം AC-യും തമ്മിലുള്ള മാഗ്നിറ്റ്യൂഡ് തന്നെയാണ്. നമ്പർ ഓഫ് പൾസസ് പെർ ഹാഫ് സൈക്കിൾ ഡിപ്പെൻഡ്സ് ഓൺ ദി കരിയർ ഫ്രീക്വൻസിനെ അനുസരിച്ചിട്ടായിരിക്കും
അല്ലേ? കരിയർ കൂടുന്നതനുസരിച്ചിരിക്കും എത്ര പൾസസ് വേണമെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് പോസ് ചെയ്ത് വായിച്ചു നോക്കുക. അപ്പം ഫ്രീക്വൻസീസ് ശ്രദ്ധിക്കുക. PWM pushes the harmonics into high frequency range around the switching frequency FC and is the multiple that is around harmonics MF, 2MF, 3MF and so on. The frequencies at which the voltage harmonics occurs can be related by Fn is equal to J into MF plus or minus K into FC. അപ്പോൾ അതൊരു ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു മോഡിഫൈഡ് സിനുസോഡൽ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതിലൊന്നുമില്ല, ഇതിൽ നമ്മൾ ഒരു സൈൻ വേവിൻ്റെ കുറച്ചും കൂടി ഹാർമോണിക്സ് കുറക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പോർഷൻസ് ഇതുപോലെ കിട്ടും. ബാക്കി ഇതിൻ്റെ അപ് ടു 60 ഡിഗ്രി വഴിയും ലാസ്റ്റ് 60 ഡിഗ്രി, അതായത് ഒരു ഹാഫ് സൈക്കിളിൻ്റെ ഫസ്റ്റ് 60 ഡിഗ്രിയും ലാസ്റ്റ് 60 ഡിഗ്രിയും മാത്രം നമ്മൾ കരിയറും റെഫറൻസും കൂടി കമ്പയർ ചെയ്യും. ബാക്കി സെൻട്രൽ പോർഷൻസ് നമ്മൾ അതുപോലെ എടുക്കും. ഓക്കെ, അതാണ് മോഡിഫൈഡ് സിനുസോയ്ഡൽ PWM. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കും. അപ്പോൾ ഇത്രയാണ് വോൾട്ടേജ് കൺട്രോൾസ് ഇൻ PWM ടെക്നിക്സ് യൂസ്ഡ് ഇൻ ഇൻവെർട്ടേഴ്സ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ വീഡിയോ കാണാം, നോട്ട്സ് എഴുതുക, ഡൗട്ട് ഉണ്ടെങ്കിൽ എഴുതി വെക്കുക, നമുക്ക് ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.